ഹേ ഹലോ വെൽക്കം ബാക്ക് ടു ഷീനൂസ് കിച്ചൻ. അപ്പം വാലൻറ്റൈൻസ് ഡേ ഒക്കെ വരുമല്ലേ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഒരു ചെറിയൊരു ഹാമ്പർ ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പം നമുക്ക് താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഞാൻ ഈ ഹാമ്പർ ചെയ്യാനായിട്ട് ഹാമ്പർ ബോക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഹാർട്ട് ഷേപ്പിൽ വരുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബോക്സാണ് കേട്ടോ. അപ്പോൾ കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എത്രത്തോളം ബഡ്ജറ്റ് കുറച്ചിട്ട് ചെയ്യാൻ പറ്റുമോ ആ ഒരു രീതി ചെയ്യാൻ പറഞ്ഞു. ഞാൻ അതിലേക്ക് യൂസ് ചെയ്യുന്നത് റെഡ് റോസസ്, പിന്നെ വൈറ്റ് ജിപ്സം ഫ്ലവേഴ്സും, പിന്നെ കുറച്ച് ഫെറോ റോഷറിൻ്റെ ചോക്ലേറ്റ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ വെച്ചേക്കുന്നതാണ് ഒയാസിസ് എന്ന് പറയുന്ന ഒരു സംഭവം. നമ്മൾ ഈ ഫ്ലവേഴ്സൊക്കെ കുത്തിവെക്കാൻ ബൊക്കെയൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഹൈറ്റ് ഉള്ളത് കാരണം ഞാൻ അതിനത് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇത് ഞാൻ മുന്നേ ഒരു ബൊക്കെ ചെയ്യാൻ യൂസ് ചെയ്തതിൻ്റെ ബാക്കി പീസാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമല്ല നമുക്ക് ഫ്ലവേഴ്സും ചോക്ലേറ്റൊക്കെ അതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബോക്സിൻ്റെ സൈസിലേക്ക് ഇപ്പം നമുക്ക് ഹാർട്ട് ഷേപ്പിൽ നമുക്ക് ഇതുപോലെ തന്നെ ഒയാസിസ് വാങ്ങാൻ കിട്ടും. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഹാർട്ട് ഷേപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ സ്ക്വയർ ആയിട്ടുള്ള പീസസിനെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിനുള്ളിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് സ്റ്റേഷനറി ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലവേഴ്സൊക്കെ സെയിൽ ചെയ്യുന്ന ഫ്ലവർ ഷോപ്പിൽ ചോദിച്ചാൽ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഒയാസിസ് എന്നാണ് ഇതിൻ്റെ ഒരു പേര്. അപ്പം ഞാനിത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ പീസസൊക്കെ വെച്ചിട്ട്. ഇനി നമുക്കിതൊന്ന് നനച്ചു കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ ഫ്രഷ് ഫ്ലവേഴ്സാണ് കുത്തി വെക്കുന്നത്. ഇപ്പം ഫ്രഷ് ഫ്ലവേഴ്സ് അല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പ്രശ്നം ഇല്ല. ഇപ്പോൾ ഫ്രഷ് ഫ്ലവേഴ്സ് യൂസ് ചെയ്യുന്നത് കാരണം നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ചൊന്ന് വെള്ളം നനച്ചു കൊടുക്കുന്നത്. ഒത്തിരിയും നനച്ചു കൊടുക്കണ്ട, ചെറുതായിട്ടൊന്ന് നനവ് പറ്റിയാൽ മതിയാവും. അപ്പം ഞാൻ വെള്ളമൊക്കെ നനച്ചു കൊടുത്തു. ഇനി നമുക്ക് ഫ്ലവർ ഇതിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് എത്ര ഹൈറ്റിനാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എല്ലാ ഫ്ലവേഴ്സിൻ്റെ സ്റ്റമ്മും ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. അതിന് ശേഷം ഫ്ലവേഴ്സിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ഞാനൊന്നത് ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം കേട്ടോ, അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫ്ലവേഴ്സിൻ്റെ കളേഴ്സ് കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. കസ്റ്റമറിൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്ന റെഡ് റോസസും അതുപോലെ തന്നെ വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് ജിപ്സും ആണ് യൂസ് ചെയ്യുന്നത്. സെൻറ്ററിൽ മാത്രം കുറച്ച് ചോക്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ടോട്ടലി ഇതെല്ലാം നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ഞാൻ എൻ്റെ സെൻറ്ററിൽ ഒരു 6 ചോക്ലേറ്റ്സ് വെച്ചിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കാരണം കസ്റ്റമറിന് മാക്സിമം എത്രത്തോളം ബഡ്ജറ്റ് കുറയ്ക്കാൻ പറ്റും ആ ഒരു രീതി ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫ്ലവേഴ്സ് ടോട്ടലി കുറേ അറേഞ്ച് ചെയ്തതിന് ശേഷം സെൻറ്റർ പോർഷനിൽ മാത്രം കുറച്ച് ചോക്ലേറ്റ്സ് വെച്ചിട്ട് ആ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ഓരോ ഫ്ലവേഴ്സും അതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് എങ്ങനെ മേടിക്കാമെന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹാമ്പർ, ഇപ്പോൾ ഈ ഒരു ഹാമ്പറിനൊരു 200 റുപ്പീസൊക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഹാമ്പറിൻ്റെ റേറ്റ്, അതുപോലെ നിങ്ങൾ വാങ്ങുന്ന ഫ്ലവേഴ്സിൻ്റെ റേറ്റ്, എത്ര ഫ്ലവേഴ്സാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഓരോ ഫ്ലവേഴ്സിൻ്റെ റേറ്റും ഇടുക. ഇപ്പോൾ ഫ്രഷ് ഫ്ലവേഴ്സ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള റേറ്റ്, ആർട്ടിഫിഷ്യലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റേറ്റ്, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ചോക്ലേറ്റിൻ്റെ റേറ്റ്. ഇപ്പം ഞാൻ ഫെറോ റോഷർ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ റേറ്റാണ്. നിങ്ങൾ ഏത് ചോക്ലേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് മേടിക്കാം. പിന്നെ നമ്മളിതിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസിനും ഓരോ ചാർജ് നമ്മൾ ഇടേണ്ടതാണ്. അതിനുശേഷം ഫൈനലായിട്ട് നമ്മുടെ ഒരു വർക്കിംഗ് കോസ്റ്റ് ഒരു 200 150 200 250 അത് ഹാമ്പറിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് നമ്മുടെ വർക്കിംഗ് കോസ്റ്റ് മേടിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു റേറ്റിൽ വേണം നമ്മളെപ്പോഴും ഇതിൻ്റെ ചാർജ് ഇടാനായിട്ട്. അപ്പം ഞാൻ അതിനുശേഷം ഫ്ലവേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം ചോക്ലേറ്റ്സ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചോക്ലേറ്റ്സ് അറേഞ്ച് ചെയ്യാനായിട്ട് ഞാനിതുപോലെ ടൂത്ത് പിക്ക് ചോക്ലേറ്റിൻ്റെ ബേക്കിൽ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്തിട്ട് അത് നമ്മൾ ആ ഒരു ഒയാസിസ് ആ ഒരു ഷീറ്റിൻ്റെ പുറത്തേക്ക് ഇതുപോലെ കുത്തി വെക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ആ ഒയാസിസ് എന്ന് പറയുന്ന ആ ഒരു സ്പഞ്ച് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തെർമോക്കോളും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ തെർമോക്കോൾ യൂസ് ചെയ്യുമ്പോഴത്തേന് വെള്ളം നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ഇതുപോലെ
ഫ്ലവർ സ്റ്റമ്മോട് കൂടി കുത്തി വെക്കാനായിട്ട് കുറച്ച് ടഫായിരിക്കും. അപ്പോൾ സ്റ്റമ്മിൻ്റെ പോർഷൻ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ടൂത്ത് പിക്ക് കുത്തി കൊടുത്തിട്ട് അത് വെച്ചിട്ട് വേണം ഇതിൽ തെർമോക്കോൾ ഷീറ്റിൽ കുത്തി വെക്കാനായിട്ട്. അപ്പോൾ ഇത് ഫ്ലവേഴ്സും നമ്മുടെ ചോക്ലേറ്റ്സൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലറായിട്ട് കുറച്ച് ജിപ്സം ഫ്ലവേഴ്സ് ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഒരു ചെറിയ ചെറിയ ബഞ്ചസ് ആക്കിയിട്ട് ഇളക്കി എടുത്തിട്ട് അത് ഇതുപോലെ ഓരോന്നിൻ്റെയും ഇടയ്ക്കുള്ള പോർഷനിൽ ഇതുപോലെ കുത്തി വയ്ക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻസിൽ ചോദിച്ചാൽ മതിയാവും. എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ തിരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും. ഞാൻ അങ്ങനെ വലിയ രീതിയിൽ ഹാമ്പേഴ്സ് ഒന്നും ചെയ്യാറില്ല. അധികം അങ്ങനെ ഹാമ്പേഴ്സിൻ്റെ ഓർഡേഴ്സും വരാറില്ല. അപ്പോൾ വല്ലപ്പോഴും ആണ് ഓർഡേഴ്സ് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ വെച്ച് ഓൾമോസ്റ്റ് ഞാനത് അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് കൺഗ്രാജുലേഷൻസ് എഴുതിയ ഒരു ചെറിയൊരു കാർഡും കൂടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ ലിഡ് വെച്ചിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ട്രാൻസ്പാരൻറ്റ് ടൈപ്പ് വരുന്ന ഒരു ലിഡാണ്. ഇത് അധികം പ്രസ് ചെയ്തിട്ടല്ല, ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു റിബണൊക്കെ കെട്ടി ഒന്ന് അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.